എടാ എന്താ പ്രശ്നം എന്താണ് എടാ പ്രശ്നം എന്താണ് എന്താ സിറ്റുവേഷൻ എന്താ പറഞ്ഞ സിറ്റുവേഷൻ എന്താ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോലനും ഇവനോട് അങ്ങോട്ട് ഞാൻ ചോദിച്ചത് പണ്ടത്തെ ബ്രോക്കൺ അല്ലേന്ന് ചോദിച്ചു. ആര് ലോലൻ ചോദിച്ചു പണ്ടത്തെ ബ്രോക്കർ അല്ലേ ബ്രോക്കൺ മറ്റേ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ബ്രോക്കൺ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പണ്ടത്തെ ബ്രോക്കൺ അല്ലെന്ന് പറഞ്ഞു. ടി ജെ ഇവനുണ്ടായിരുന്നല്ലോ തല്ലുള്ളി ബ്രോക്കൺ നമ്മുടെ പണ്ടത്തെ ബ്രോക്കൺ അല്ലെന്ന് ചോദിച്ചു. എനിക്ക് കമ്പനി. അപ്പം മറ്റവൻ പറഞ്ഞു ഇത് പണ്ട് മറ്റേ ബെല്ലാലിലുണ്ടായിരുന്ന അടിപൊളി അങ്ങനെന്തോ രീതിയിലാണ് പറഞ്ഞത്. കറക്റ്റ് എനിക്ക് അറിഞ്ഞോടെ ലോലനാണെന്ന്. അപ്പം ലോലിനെ തിരിച്ചു കൊണേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണേ അതാണ് സംഭവം. ഇതിപ്പം യവൻ എന്തിനാണ് ഇവിടെ നിക്കണേ? ഇവിടെ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടിക്ക് അല്ല ഇപ്പൊ ആരുടെ സിറ്റുവേഷൻ ആയത്? യവനായിട്ടാണ് ലോലനാണ് സിറ്റുവേഷൻ. അത് യവൻ ലോലനാണ് സിറ്റുവേഷൻ ആയത്. ഇവനും ലോലനല്ല ബ്രോക്കൺ എന്ന് പറഞ്ഞു. ബ്രോക്കൺ എവിടെ അപ്പാ? പണ്ടത്തെ ബ്രോക്കണിലെ അതാണ് ബ്രോക്കൺ. എടാ അപ്പൊ ഇവനായിട്ട് ഒരു നല്ല ടെൻഷനാണ് നിൽക്കുന്നത്. അപ്പൊ ലോല അടുത്ത് മറ്റേ ഗെയിം കളിക്കുന്ന ഇപ്പൊ ബ്രോക്കണായിട്ടുള്ള വിഷയം ഉണ്ടായത്. ചന്ദ്രു ഇത്രയേ ഉള്ളു. നമ്മൾ ഇത്രയും പേര് വന്നപ്പോ അവന് നമ്മള് പറയുന്ന കേൾക്കാനും വയ്യ, സംസാരിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി? അങ്ങനെ അവൻ ഇറങ്ങി കയറണം. അവൻ ഇറങ്ങി കയറുന്നതിനിടയ്ക്ക് വെച്ച് 12 പേര് അവര് കയറി. മൊത്തം 25 പേരായി ഇപ്പൊ അവര്. മനസ്സിലായ? ആളെ കയറ്റാൻ വേണ്ടിയുള്ള തന്ത്രം അതാരായിക്കൂടെ? അത് അവന്മാരുടെ നല്ലവരുടെ അവന് സംസാരത്തിന്റെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അത്ര തന്ത്രപരമായി നീങ്ങിയതാരാണ്? രാജുഭായ് രാജുഭായ് ഇല്ലല്ലോ. കാണും ചന്ദ്രു കാണും. രാജുഭായ് പെർമനന്റ് കഴിഞ്ഞിട്ട് വന്നാ വന്ന് കാണത്തില്ല. ഹലോ ആദ്യം ടീച്ചറിന്റെ കാര്യം പറഞ്ഞേ. എടാ നീയേ ആദ്യം പറഞ്ഞേ. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ അടുത്ത്? ഇത്രയും പേരെ കൊണ്ടുവന്ന് ഓശാന പാടാന്നല്ല അടിക്കാൻ വേണ്ടല്ലേ. പിന്നെ കൊണക്കിൽ എത്താൻ പറ അമ്മയുടെ അടുത്ത്. പന്ത്രണ്ടര ബ്രോക്കൺ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അറിയത്തില്ല ബ്രോ, പന്ത്രണ്ടര ബ്രോക്കൺ ആണോ അറിയത്തില്ലെന്നേ പറഞ്ഞോളൂ. അവൻ പറഞ്ഞ് പണ്ട് ടി ജി ആടി കൊണ്ടുകൊണ്ട് നടന്ന ബ്രോക്കൺ ആണോ ചോദിച്ചു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു നിന്റെ പേരെന്താന്ന് ചോദിച്ചു. സത്യമില്ല ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞേ മോനെ, നീയാണ് ആദ്യം പറഞ്ഞേ ടീച്ചറിന്റെ കാര്യം. മനസ്സിലായോ? അതേപോലെ ഞാനും ചോദിച്ചേ എല്ലാരും അടി കണ്ടിട്ടുണ്ടോന്ന്. അത്ര അപ്പൊ നീ എന്നെ എപ്പോഴാ ടീച്ചർ അടിച്ചേ? നിന്നെ അടിക്കാത്ത എന്താടാ? നിന്നെ എന്താണ് അടിക്കാത്തേ? എന്താ പൊട്ടിച്ചിരിക്കും. മനസ്സിലായോ ചന്ദ്രു? കാറ്റായിട്ട് ചന്ദ്രൻ അറിയോ? ചന്ദ്രൻ എന്തേലും പ്ലീക്കന്റെ അവിടെ കുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ കുത്തി അങ്ങോട്ട് അടിച്ചാലളിയാ. പ്ലീക്കന്റെ
കുത്തിയേക്കല്ല മണ്ടത്തരാണ് ബാക്കിന്റെ പൂച്ചി വരുന്നതേ ഉള്ളൂ ഇവിടെ നിറച്ചാളെ എടാ പാർക്കിന്റെ താഴെ അടിച്ചടിക്കണടാ പണം എടുത്തിട്ട് അലക്കി പണമാരെ ഇടിച്ചോളടാ നമ്മൾ 23 22 നമ്മുടെ 3 പേരെന്തോണ് ഇത്രയും കണ്ടികളെ അടിച്ചിട്ട് ഡൗൺ ആയി ഇത്രയും കണ്ടികളെ അടിച്ചിട്ട് നിന്റെയൊക്കെ പുറത്തൊക്കെ നിർത്തി വായി തന്നതാ നിനക്കൊക്കെ അകത്തൂടെ കൊടുക്കണം നിന്റെയൊക്കെ തരാൻ നിനക്ക് പാൽക്കാരെ നോക്കണേ എല്ലാ ബോഡിയും പറക്കിയോടാടിയാ എന്റെ അടുത്ത് ഇത്രയുള്ള അല്ലയാ ബ്രോക്കായി പോയല്ലോടാ നിന്നേക്കാ വലിയൊരു ഏപ്പരാച്ചി അപ്പുറത്ത് കിടപ്പുണ്ട് ആ ഫാൽക്കൺ അവനെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഏഴപ്പിച്ചിട്ട് നിന്നെ ഞങ്ങൾ ബാഡ് ടോസ് എടുത്തോളാം മനസ്സിലായോ ആ ഒരു കാര്യം നീ ഒരു കാര്യം ചെയ്യും നമ്മളിപ്പോ ഇന്ന് അടിച്ചതിന്റെ ഫ്രസ്ട്രേഷൻ നീയൊക്കെ പോയി രാത്രി BCCയുടെ അടുത്ത് വല്ലതും തീർക്ക് നാളെ തൊട്ട് BCCയുടെ ഒരു 3 വട്ടം കഴിയും ഞാൻ കൊറേ നാളെ മര്യാദക്ക് പറഞ്ഞു വെറുതെ വേണ്ട ബ്രോ വെറുതെ വേണ്ട ബ്രോക്കൺ എന്തോ കണക്ക് പറഞ്ഞു എടാ നീ അവിടെ തല്ലുള്ളി ഇവിടെ തല്ലുള്ളി മനസ്സിലായോ നീ കണ്ടികളൊക്കെ എവിടെ കേറാലും കണ്ടികൾ തന്നെ കേട്ടോ. അതെ 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 10 മിനിറ്റ് പൊങ്ങാരിയും കേട്ടോ കത്തിച്ചിട്ടോ ദൈവം ഹലോ ആരേലും ഉണ്ടോ? ഇവിടെ ഒരുത്തന്റെ ഭൂമിക്കടി പൊക്കൊണ്ടിരിക്കുന്നത് അടുത്തുള്ള മാർക്കറ്റ് പ്ലേസ് ഒന്നും അറിയാത്തല്ല കഴിവടാ ഇതാണോ ലെഗസി എന്ന് പറയുന്നത്? ഇല്ല ഈ തുടക്കുന്നത് ലെഗസിയുടെ ഭാഗമാണ്. അല്ല ഇത് ഞാൻ ആദ്യമായിട്ട് കാര്യം സാധിക്കുന്ന പറമ്പിൽ പോയിട്ടാണ് അല്ല ഞാൻ സ്വന്തം വേറൊരാളുടെ സ്ഥലത്ത് വന്നിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഉദ്ദേശിച്ചത്. അതിനെങ്ങനെ ഊരിട്ടോണ്ടിരിക്കല്ലേ പിന്നെ എങ്ങനെ നീ വല്ല നിന്നെ ഒരു ഭാഗത്തേക്കില്ലാണ് മനസ്സിലായി ഊരി വിടരുത് എന്നാലും കണ്ട് വരാനൊക്കെ പറ്റുള്ളൂ മനസ്സിലായി. അത് നീ സ്വന്തത്തെ വിചാരിച്ചാ തന്നെ എടുക്കുമെന്ന് ഇല്ല എന്നെ എടുക്കുന്ന എനിക്ക് ആദ്യമേ അറിയായിരുന്നു.
എടാ നിന്നെ മാർക്കറ്റ് പ്ലേസ് ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ വിളിക്കും കേട്ടോ. നിന്റെ ഇപ്പൊ നിന്നെ കഴുക ആൾക്കാർ വിളിക്കും കേട്ടോ. എടാ അപ്പൊ നിനക്ക് മനസ്സിലായാലും നിങ്ങളെ മെഴുകുമെന്ന് മനസ്സിലായാലും അല്ല bro, എനിക്ക് കഴിയുന്നുണ്ടല്ലോ. അപ്പൊ നീ വരുന്നതിന് മുമ്പ് മെഴുകുമെന്ന് അറിയായിരുന്നു. സിറ്റിയിലെ അബ്ബാസ് ആണ് നീ എല്ലാവരും കക്കൂസിൽ ഇടുന്നത്. ബ്രോ അബ്ബാസ്, ഒരു സെക്കൻഡ് അബ്ബാസ്, കഴുക അബ്ബാസ്. ബ്രോ പോത്തിറച്ചിയാണ് കഴിക്കുന്നത് എല്ലാ ദിവസവും ഭയങ്കര തൊലിക്കട്ടി ആണോ ചെറുങ്ങനെ സൈഡ് ഫോട്ടോ എടാ, അപ്പുക്കുട്ടാ, ഒന്ന് ഇച്ചിരി ഒന്ന് മാറി നിൽക്കണം. നീ ചെയ്തോ നീ പരിപാടി എടുത്തിട്ട് ഇതിന് കയറുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടാ. ഗ്യാങ്ങിൽ എന്തൊക്കെ പരിപാടിയാടാ, എന്തൊക്കെ പരിപാടിയാ. പാലത്തിനടിയിൽ പോയി നിൽക്കാൻ എന്താ അറിയാത്തതിന്റെ കുറവ്. അവൻ ടഫാവാൻ നോക്കാം മാറി മൾട്ടി ടാലന്റഡ് ആണ് ഇവൻ. ബ്രോ ഞാൻ കാര്യം ചോദിക്കട്ടെ വേണമെങ്കിൽ നമ്മളെല്ലാരും ഒരു സെക്കൻഡ് നമ്മളെല്ലാരും ഇറങ്ങിത്തരാം ഇവിടുന്ന് പൊട്ടിക്കരയണോ നീ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യല്ലേ നീ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമമൊന്നുണ്ട് നമ്മൾ ഇറങ്ങിത്തരാം നിനക്ക് അറിയണോ നിനക്ക് അറിയണം കരഞ്ഞോ ബ്രോ ഞാൻ പറഞ്ഞേ, നീ ഇനി വായടച്ച് മിണ്ടാതിരുന്ന് ഇവിടെ കഴിവാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് പോവാം. ഇല്ല നീ ഇവിടെ കഴിയുകൊണ്ടിരിക്കും. മനസ്സിലായ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ ഇരുന്ന് കഴിയുകൊണ്ടിരിക്കും. നമ്മള് പ്രിയവാദം കളിക്കുമ്പോഴും നീ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കും. മനസ്സിലായ നീ അവിടെ കളിക്കാൻ പോലും കാണത്തില്ല. നീ ഇവിടെ ഇരുന്ന് കഴുകും. കാരണം നിന്റെ ആരും വരുന്നില്ല ഇവിടെ. അതാണ് വേറെ പ്രശ്നം. അവന്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളൊന്ന് പറയുമ്പോ അവൻ രണ്ട് പറയാം. അപ്പം മിസ് മനസ്സിലായി. അതാണ് അവന്റെ ആഗ്രഹം. കഴുകട കണ്ടിട്ടുണ്ടായിരുന്നു. കഴുകട കണ്ടി കഴുക MRC അബ്ബാസ് കഴുകു നീ കണ്ടി കഴുകടാകട്ടെ. ഫാൽഗുണല്ല MRC അബ്ബാസിന് ശേഷം ഇത്ര ഒരു നീതി പുലർത്തിയ ഒരു പയ്യൻ മാത്രമല്ലേ? സത്യം ആർപിക്കാരൊക്കെ കൊളാബറേഷൻ വിളിക്കും പോണം കേട്ടോ. അല്ല ഇപ്പൊ ആർപിക്കിന്റെ കൊളാബിനൊക്കെ നല്ലതാണ്. താല്പര്യം ഇൻട്രസ്റ്റ് ഗാങ് ഫണ്ടൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാം. സ്റ്റാർ ആണ് കേട്ടാ ചണ്ടി കൊളാബറേഷൻ. എന്തൊക്കെ തന്നെ കൊളാബറേഷൻ കിട്ടും നിനക്ക്. നീ ഇന്നത്തോടെ സ്റ്റാർ ആയി അബ്ബാസ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വാസന കണ്ടിട്ടുണ്ട് എവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് തീട്ടത്തിന്റെ മഞ്ഞയും കൂടെ ഉള്ളതുകൊണ്ട് അവന് ഷട്ടി പറ്റിയത്. നിനക്ക് വിൻസെന്റിനെ പരിചയമുണ്ടാ? ഇന്നത്തെ ചേട്ടാ അരിയണമെന്നാ തോന്നുന്നേ. വിൻസെന്റിനെ പരിചയം അറിയാം. വന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദ ഹോസ്റ്റേജ് സിറ്റുവേഷൻ അടിക്കണം നീ കഴിയുന്നത് മാർക്കറ്റ് പ്ലേസ് കിട്ടുന്നുണ്ട്. ആൾക്കാർ വിളിക്കും കേട്ടോ. അതൊക്കെ ആയിട്ട് പോവാ. ഇപ്പൊ നിന്റെ വില 1 രൂപയാണ് കേട്ടാ. ഡിമാൻഡ് ഇല്ല. കുറവാണ്. ഓരോ ബാൻ മേടിച്ച് തരല്ലേ? കാണിക്കാൻ തുടങ്ങി. അമ്മിക്കുട്ട അവന്റെ ലെഗസി ശരിടാ. അമ്മിക്കുട്ട ബൈ അമ്മിക്കുട്ട. എന്താ പറഞ്ഞാലും ഇതാണ് ഗൺ ടോക്സ്.
മണി ടോക്സ് അല്ലേ? ചങ്ക് പൊട്ടി 2 എന്നിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു പയ്യെ. അമര വണ്ടി വരുന്നുണ്ട് ഇവിടെ കുത്തണേ അല്ലെങ്കിൽ എമർസൽ അമര അമര കുത്ത ഇവിടെ വരുന്നുണ്ട് ടാച്ചി ഇറക്കി ഹൈഗ്രോഡ് തന്നെ കളി എന്റെ മേളിൽ നിന്ന് കവർ ചെയ്യണം ഞാൻ ഇറങ്ങാം ഇവിടെ 4 പേര് 5 പേരുണ്ട് 5 പേര് 6 പേര് 6 പേര് ഇവിടെ 6 പേര് ഇങ്ങോട്ട് വന്നേ ഈ മാർക്ക് വന്നടാ ഇവിടെ എത്ര പേരുണ്ടായിരുന്നു മയില് കളി 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 മാറി മാറി സുഖല്ലേ നിന്റെ മോനെ ഞാൻ കാണാൻ കാത്തു കേട്ടാ. വാ സംസാരിക്കാം വാ അകത്തേറെ കൊടയാണ് ഷമീറെ ഞാൻ കൊണ്ടുവന്നടിക്കൂലേ ഞാൻ നിന്നോട് എനിക്ക് കൊണ്ടുവന്നടിക്കാൻ പറ്റില്ല. അല്ല നിന്റെ മോനെ ആ ഇതാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ഷവായി ആക്കും ഇന്നല്ലെങ്കിൽ നാളെ. ഒന്നും ചെയ്യില്ല പാവം ചെറുക്കണ്ട ഇപ്പൊ പിണക്കത്തിലാണ് ഒരു മോൻ 50 കോടി വേണ്ടേ? ആ അതൊക്കെ വേണം കാശ് വേണം ഇത് കഴിഞ്ഞിട്ട് ഹലോ ഗൈസ് കേൾക്കാം. 2:30 വരെയാണ് ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ടൈം കേട്ടോ. 2:30 കഴിഞ്ഞ് 2:30 ഓൺ ദ സ്പോട്ടിൽ ഇവിടെ സീസൺ അടിക്കും. പിന്നെ ആ സിറ്റുവേഷൻ കണ്ടിന്യൂഷൻ പറ്റത്തില്ല. ഓക്കെ എൻഡാക്കി കൂൾ ഡൗൺ അടിക്കും. കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ മീറ്റിംഗിൽ എടാ എന്താ പറഞ്ഞ കേട്ടില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ 2:30 വരെ ഉള്ള സംഭവം. അപ്പം ഇപ്പൊ ഇവന്മാര് ഡിലേ ആക്കി അറിഞ്ഞോണ്ട് ഡിലേ ആക്കിയാൽ നമുക്ക് വാറടിക്കാൻ പറ്റൂല. നമ്മള് റെഡിയാണെങ്കിൽ അവർ റെഡിയാണെന്നാ പറഞ്ഞേ. ഓക്കെ എന്നാ കേറിക്കോ. അരമണിക്കൂർ നമ്മള് റെഡി അടിക്കാൻ പറയണേ. അല്ല ചന്ദ്ര 2 മണിക്ക് സേഫ് സോൺ ആവുന്ന വെച്ചിട്ട് നാളത്തേക്ക് ഫിക്സ് ചെയ്താലോ? നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം ചന്ദ്ര. ഒരു സെക്കൻഡ് എടാ അവര് ഇറങ്ങിന്ന് പറയണേ. അവരിറങ്ങി നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. അല്ല അവരിപ്പോ മീറ്റിംഗ് അങ്ങനെ പറ്റത്തില്ല.
അല്ല ഇന്ന് തന്നെ അടിക്കണം നിങ്ങൾക്ക് നമുക്ക് ഇന്ന് തന്നെ അടിക്കണം. ഇനിയിപ്പോ അവര് കേറി വരികയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇവരെല്ലാം ഇന്ന് അടിക്കണം എന്നുള്ള മൂഡിലാ നിക്കണേ. അല്ല ഞാൻ അങ്ങനെ ഇതാക്കി പറഞ്ഞല്ല, പക്ഷെ അവർക്ക് എല്ലാവർക്കും ഇന്ന് അടിക്കണം എന്നുള്ള രീതിയിലാണ് നിക്കണേ. പ്രീ വാർ അടിച്ചു കഴിഞ്ഞാൽ വാർ മീൻസ് അങ്ങനെ ചന്ദ്ര നമുക്ക് ഇന്ന് അടിക്കണം എന്നല്ല, പക്ഷെ നമ്മുടെ പ്ലേയേഴ്സ് എല്ലാരും പോയി ഒന്നാമത് 1:30 മണിയാകുമ്പോ സിറ്റി ചെയ്താന്നല്ലേ. പറ അവര് ഇറങ്ങുന്ന പ്ലേസ്. ഞാൻ പറഞ്ഞുതരാം. അത് അവരുടെ ഇറങ്ങാൻ പാടില്ല, നമ്മളാണ് തോറ്റത്. സോ നമ്മുടെ ചോയ്സ് ആണ് വാർ അടിക്കണോ വേണ്ടെന്നുള്ളത്. നമ്മൾ വാർ അടിക്കും, 15 മിനിറ്റിനുള്ളിൽ അവരോട് റെഡി ആവാൻ പറയുക. പക്ഷം നമ്മൾ ഇന്ന് തന്നെ അടിക്കും, ഈ മൂടി തന്നെ പോയി അടിക്കണം. സസ്പെൻഷൻ കിട്ടി അങ്ങ് പോയാലോ ഈ വഴി. എടാ സസ്പെൻഷൻ കിട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ വാർ വിളിച്ചോ, കാരണം വാർ വിളിച്ചാൽ 15 മിനിറ്റ് ടൈം ഉണ്ട് വാർ അക്സെപ്റ്റ് ചെയ്യാൻ. മനസ്സിലായോ? ഇവര് വാർ വിളിക്കുക, നിങ്ങൾ എന്താ നിങ്ങൾ ഡിസിഷൻ എടുത്തോ, കുഴപ്പമില്ല. ഓക്കെ ശരി. 15 മിനിറ്റ് ഉണ്ട്. ശരി 15 മിനിറ്റ്. വാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൂവിങ് ആയിരിക്കണം, ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ഒരാൾ നിന്നോട്ടെ, മനസ്സിലായോ? ബാക്കിയുള്ളവർ കേറാൻ നോക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഗാങ്ങിനെതിരെ ആക്ഷൻ വരും. അതില് ഇന്റൻഷ്യലി ഡിലേയിങ്ങിന് ആക്ഷൻ വരും, മനസ്സിലായോ? ഇതിപ്പോ അമ്മരവിടെ ഓടി എത്താൻ അത്ര സമയം എടുക്കൂലടാ. ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറടാ. ഇങ്ങനെ കാണിക്കുമ്പോ എന്തിനെന്നറിയോ അങ്ങ് ടൈം അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് അടിച്ചിട്ട് നീയൊക്കെ പോന്ന് പറഞ്ഞു, അങ്ങ് ടൈം അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഇന്ന് ആടി നീയൊക്കെ എന്താണ് വയലേറ്റ് ചെയ്യണ? റൂൾസ് വയലേറ്റ് ചെയ്യണ, ലൂപ്പോൾ തന്നെ പിടിക്കണ കളി. ബാക്കി പിന്നെ തോക്കണൊക്കെ ഞങ്ങൾ രണ്ടാമത്തെ കാര്യം. കളി നന്നവണ കളി. ഡസ്റ്റോടെ ആംഗിള് വലിച്ചിട്ടാ നല്ല ഫയറിംഗ്. മോനെ ഈസി നൈസ്. ഇല്ല പോട്ടെ ബാക്കി കവറിന്റെ ഒപ്പം ഓടിയ ചന്നം പിന്നോടി നല്ല നീല കവർ ഫാൾക്കണം. പിന്നെ രണ്ടുപേരും എടുത്തില്ലടാ, നമ്മൾ രണ്ടുപേരും എടുത്തില്ല. ഇപ്പം റഷ്യൻ ടീമിൽ വേഴ്സസ് കൊല്ലടാ. മതി ഡസ്റ്റോ മതി മോനെ ബാക്ക് മോനെ മതിയടാ ഡസ്റ്റോ മതിയടാ. നീ കവർ ഫയർ വരണോ? പിന്നെ അതുപോലെ കിഡും വന്നിട്ടുണ്ട്, പക്ഷെ കിഡു തിരിച്ചു കയറി. അലക്സ് ഡൂറിന് നല്ല രീതിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അലക്സ് ഡൂർ ഒറ്റയ്ക്ക് പെട്ടുപോയിട്ടുണ്ട്. അലക്സ് ഡൂർ മൂബിനെ ഡൗൺ ആക്കി. അലക്സിനെ കാണാൻ പറ്റില്ല നമ്മുടെ പിള്ളേർക്ക്. മോളി നോക്കിയാ കണ്ടിട്ടുണ്ട്. വില്ലു ഡൗൺ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. വില്ലു നല്ല ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. 2 ഹെഡ് കിട്ടിയിട്ടുണ്ട്. റിഫ്രഷ് അടിച്ചു. ഇറ്റാച്ചി അവിടെ ബുള്ളിനെടുത്തു. ബുള്ളിനെടുത്തു. അവര് വണ്ടി എടുത്തു പോയി. ഇറ്റാച്ചി വണ്ടി എടുത്തു പോയി. ഇറ്റാച്ചി ബുള്ളിനെടുത്തു. നല്ല രീതിക്ക് ഫയറിംഗ്. MR-സെറ്റിന്റെ ഭാഗത്ത് ടിവി ഇവിടെ കുത്തി, ജുഗർ ഇവിടെ കുത്തിയിട്ടുണ്ട്. കുറുപ്പിടാനി ഇവിടെ കയറി അടിക്കുന്നുണ്ട്. ഇവര് ഇവിടുന്ന് റൈറ്റിൽ നിന്ന് കയറുന്നു. ആ സമയം കൊണ്ട് ഇവരും റൈറ്റിൽ നിന്ന് കയറി അടിക്കുന്നുണ്ട്. കിഡു ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ജുഗറിനെ ഡൗൺ. ഓക്കെ ടിവി വില്ല് അവിടെ. പിന്നെ നോക്കുകയാണെങ്കിൽ
ഡെസ്ട്രോ അടുത്തൊരു പിക്ക്, ഡെസ്ട്രോന്റെ 4ാമത്തെ പിക്ക്, റഷ്യൻ സ്പീഡ് നീലകണ്ഠന്റെ ഒരു പിക്ക്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള എല്ലാവരും ഡൗൺ ആയിട്ടുണ്ട്. ഇനി ആകെ അവശേഷിക്കുന്ന 2 പേരാണെന്ന് തോന്നുന്നു. ഇറ്റാച്ചി അവിടെ ജിംതക്കായിന് എടുത്തു കേട്ടോ. ജിയർ പിടിക്ക് 2 പേര് റഷ്യൻ സ്പീഡ്. ഡെസ്ട്രോനെ കവറായിട്ട് നല്ല രീതിക്ക് ഡെസ്ട്രോനെ കവർ ചെയ്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫയർ. 5ാമത്തെ കേസടി.